ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ക്ലേ ആർട്ട് ചെയ്താലോ? മൗഡ്ലിറ്റിൻ്റെ ഒരു ക്ലേ ആണ്. ഇത് 25 റുപ്പീസാണ് ഇതിന് വരിക. ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വരുന്ന 2 ടൈപ്സ് ഓഫ് ക്ലേ ആണ്. ഒന്ന് ഡ്രൈയും ആയിരിക്കും, ഒന്ന് ഓയിലി പോലത്തെ ആയിരിക്കും. ഒന്നൊരു സിമെൻറ്റ് കളർ പോലത്തെ ആയിരിക്കും, മറ്റേത് നല്ലൊരു വൈറ്റ് ആയിരിക്കും കേട്ടോ. മറ്റേതൊരു ഡ്രൈ പോലത്തെയാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ചാക്കിയാലാണ് ഒരു ക്ലേൻ്റെ രൂപത്തിലെത്തുക. ഇപ്പം നമ്മൾ അടുത്തുള്ള ഫാൻസിയിലൊക്കെ പോയാൽ ഇതുപോലത്തെ ക്ലേ കിട്ടുന്നതാണ്. 2 വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ 50 രൂപയാവും കേട്ടോ. പിന്നെ പെയിൻ്റൊക്കെ അടിച്ചുമ്പോൾ നമ്മൾ സെറ്റാവും ഇതിൻ്റെ ക്ലേ പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഒരു വലിയ സെറ്റ് ജന്ന ആർട്ട് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ക്ലേ ആണ്. അത് നമുക്ക് മീഷോന്നും ഫ്ലിപ്പിന്നൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഈ ക്ലേ നമ്മൾ മീഷോന്നൊക്കെ കിട്ടും. ഇതിൻ്റെ വലിയ സെറ്റായിട്ടുള്ളതാണ് കിട്ടുക. പിന്നെ ഏകദേശം ആവാറായി. അപ്പോഴത്തേക്കാണ് ഞാൻ ബട്ടർഫ്ലൈസ് ഒക്കെ ഇട്ട് പറപ്പിച്ചത് ഗൈസ്. നമ്മൾ മിക്സ് ആക്കുന്നത് നിർത്താനേ വെള്ളം, കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടണം. പിന്നെ 2 ബുക്ക് അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് നല്ല രീതിയിൽ പരത്തപ്പാണ് ഒരേ ഷേപ്പായിട്ട് കിട്ടുള്ളൂ കേട്ടോ. എനിക്കങ്ങനെ ബോറടിച്ചപ്പോൾ ഞാൻ സാധാ പോലെ ഇങ്ങോട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലെ നീളക്കനെയാക്കാനാണ് ഒരു പാത്ര ഷേപ്പ് ഇട്ടാൻ പോലെ ഇതാക്കിയെടുക്കാൻ നമ്മൾ നല്ല രീതിയിലാവുന്ന ഷേപ്പാക്കി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതാക്കിയെടുക്കാം. പിന്നെ പിൻട്രസ്റ്റിൽ പോയ ഇഷ്ടം പോലെ നമുക്ക് ക്ലേ ആർട്ട് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ്. ഇത് അടിയിലുള്ള ഭാഗമാണ്, അതൊന്നും കൂടി പരത്തണം കേട്ടോ. പിന്നെ നമ്മൾ പേപ്പർ കട്ടർ വെച്ചിട്ട് അതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതിൻ്റെ അടിഭാഗത്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഭാഗം ഒന്ന് എടുത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു കത്തി വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചാൽ ഇങ്ങനെ കിട്ടും ഗൈസ്. നല്ല രസമല്ലേ? എസ്തെറ്റിക് സാധനം പോലെയാണ്. ബ്ലാക്ക് ക്യാൻഡിൽ ഞാൻ പെയിൻ്റ് അടിച്ചാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.